നിങ്ങൾ മാറ്. ഞാൻ തുറക്കാം. വിളി വിളി. രാത്രിയല്ലേ മനുഷ്യർന്ന് ഉറങ്ങണ്ടേ? അല്ല, ലീഡർ വൈകുന്നേരം എത്തുമെന്ന് കരുതി ഞങ്ങൾ ഉച്ച മുതലേ ഇവിടെ കുത്തിയിരിക്കുക. ജലപാനം പോലും കഴിച്ചിട്ടില്ല. അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 യോഗങ്ങളിൽ പങ്കെടുക്കാണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഉദ്ഘാടനം, കമ്മിറ്റി മീറ്റിംഗ് എല്ലാം ഒരു വിധത്തിൽ പറഞ്ഞു ഒതുക്കി ഞാൻ നേരെ ഇനി പോകുന്നു. ഇവിടെ അർച്ചനാമേഴ്സ് തുറക്കാൻ പോകുമ്പോൾ അത് മറന്നാൽ എനിക്ക് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതാണോ ജനസേവനം? അത് പോട്ടെ, നാളെ തന്നെ എക്സിക്യൂട്ടീവ് അത് വിളിച്ചു കൂട്ടണം. പുതിയ മാനേജ്മെന്റിനോട് നമ്മുടെ നയം എന്താണെന്ന് വ്യക്തമാക്കണം. സ്വന്തം തൊഴിലിനോട് ആത്മാർത്ഥത, പല കാര്യങ്ങളും വിട്ടുവീഴ്ച, സഹിഷ്ണുത, ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ പുതിയ നയം. പിന്നെ പഴയ മാനേജ്മെന്റിനെ പോലെ അത്ര കടുംപിടുത്തക്കാരനായിരിക്കില്ല രാമേന്ദ്രൻ. ആയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഒന്നുമില്ലേലും അവൻ നമ്മുടെ നാട്ടുകാരനല്ലേ. അതെ, അത് മാത്രമല്ല എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും രാമേന്ദ്രനും ഷെയ്ഖിനെയും കൊണ്ട് ഈ കമ്പനി ഏറ്റെടുപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പരമാവധി സഹകരിക്കണം. എന്താണ് പേര് ഷെയ്ഖിന്റെ? ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ രാമേന്ദ്രനോട് ചോദിച്ചു മനസ്സിലായിക്കോളാം. അപ്പൊ നിങ്ങൾ അറിഞ്ഞല്ലേ? ശരി, അപ്പൊ നാളത്തെ കാര്യം മറക്കരുത്. ശരി. മൂടിഞ്ഞ വിക്ക് കാരണം ഇടിച്ച് കേറാനും പറ്റുന്നില്ല. ഇനി ആ രാമേന്ദ്രനെ കൂടി വേണ്ട പോലെ ഒന്ന് കാണാം. ശരി. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ രാത്രിയായ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കരുതെന്ന്? ഞാനും പറഞ്ഞതാ. നീയാ എന്റെ മോനെ ചീത്താക്കുന്നത്. ഞാനോ? നീ തന്നെ. അങ്ങനെയായോ? അത് കേൾക്കില്ല മോനെ. ശത്രുക്കളും അസൂയക്കാരും ഒക്കെ ഉള്ള സമയ, സൂക്ഷിക്കണം. എനിക്കാരാമേ ശത്രുക്കള്? മിത്രങ്ങളേ ഉള്ളൂ. ഇന്ന് എന്നെ കാണുമ്പോ എല്ലാവരും ജയ് വിളിക്കുകയാണ്. എന്റെ കടക്കാർക്ക് പോലും എന്നോട് ബഹുമാനമാണ്. ആ ഷേഖിനോട് വേണം ഇതിനെല്ലാം നന്ദി പറയാൻ. ഷെയ്ഖോ? അതാര്? നിന്റെ കത്തിലുണ്ടായിരുന്നില്ലേ ദുബായിലെ ആ ഷേഖ്? കത്തോ? നീ ആകെ കൂടെ ഒരു കത്തല്ലേ അയച്ചുള്ളൂ, അതും നീ മറന്നുപോയോ? കത്ത് ഓർമ്മയുണ്ട്. എന്നിട്ട് ആ കത്തവിടെ? മോളെ, ആ കത്തിഞ്ഞെടുക്ക്. ആ കത്ത് വന്നത് പിന്നെ ഇവിടെ എന്ത് ബഹളായിരുന്നെന്നോ. അന്ന് തുടങ്ങിയതാ ഈ ജയവിളി. എന്തായി? തൃപ്തിയായില്ലേ? ഇതുവരെ അച്ഛനേനി അമ്മയും തുടങ്ങിയെങ്കിലും എനിക്കത് കിട്ടണം. അർച്ചന മിൽസിന്റെ ഉടമസ്ഥൻ ആരാന്നറിയാവോ? അപ്പൊ അതും അറിയണ്ടായോ? അർച്ചന നായർ അല്ലാണ്ടാരാ? അല്ല, പിന്നെ രാമചന്ദ്രൻ. ഈ ഞാൻ വായിച്ചു നോക്ക്. ഈ കത്തിൽ നിന്നുണ്ടായതാ എല്ലാ പ്രശ്നവും. അല്ലോ, ഏത് ഹറാൻ പറഞ്ഞാണ് കത്തെഴുതിയ? ഇതുപോലൊരു പോക്കർത്തനം കാണിക്കാൻ ചങ്കൂറ്റമുള്ളവര് ഇവിടെ ആകെ 2 പേരേ ഉള്ളൂ. അവന്മാരാരാണെന്നും എനിക്കറിയാം. എന്നെ കൊലയ്ക്ക് കൊടുക്കാനായിരുന്നു നിന്റെയൊക്കെ ഉദ്ദേശം? അതെ, അത് തന്നെ ഉദ്ദേശം. പിടിച്ചു മാറ്റാനല്ലേ പറഞ്ഞത്? അടിക്കണോ? അടിമക്കളിനി അടിക്കണ്ട. ഞാൻ കളരിയാളി. നീ കളരിയാണെങ്കിലേ ഞാൻ തൊഴുത്താ. നീ വീട്ടിൽ വരുമ്പോ
ദുബായ് ചെന്ന ഉടനെ കാശ് അയച്ചുതരാം വിസ അയച്ചുതരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വേലം വെച്ച് പോയിട്ട് ഇപ്പൊ ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വരുന്നോടാ. ദുബായ് പോവാതെ എങ്ങനെയാണ് പുല്ല വിസയും കാശ് വായിക്കുന്നത്? അപ്പൊ നീ ദുബായിക്ക് പോയില്ലേ? ഇല്ല. എന്റെ കണ്ണിന് മുകളിലൊക്കെ മണ്ണുണ്ട്. ഇവിടെ വടത്തൊഴുത്ത് ഇനി എന്റെ നാടി മേടിക്കുമല്ലോ. കളരി പോലും കളരി. നിങ്ങളെയൊക്കെ കുഴിയിൽ ഇറക്കിയിട്ട് ഞാൻ ദുബായ് പോയി സൂഹിക്കായിരുന്നാ നിങ്ങൾ വിചാരിച്ചത്? പിന്നെ ഇത്രയും നാൾ നീ എവിടെ പോയി സൂഹിക്കായിരുന്നു? ചോദിച്ചു നോക്ക്. ഇങ്ങേരുടെ കൂടെ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് പൈപ്പ് വെള്ളം കുടിച്ച് പീഡിയത്തിന്റെ കിടന്ന് ഉറങ്ങി വെക്ക സൂഹിക്കുമായിരുന്നടാ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുമായി ആ വിസ ഏജന്റ് മുങ്ങി. ഒരാഴ്ച തട്ടിയും മുട്ടിയും ജീവിച്ചു. പിന്നെ പട്ടിണിയായിരുന്നു. തിരിച്ചു വന്നാൽ ഒന്നിനും പരിഹാരമാവില്ലെന്ന് എനിക്കറിയാം. ദൈവമാണ് എനിക്ക് ഇയാളെ കാണിച്ചെന്ന്. അടിമക്ക ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചത്തേനെ. ആ സുഖങ്ങളൊക്കെ എഴുതി അറിയിക്കായിരുന്നത് തെറ്റായി പോയടാ. പക്ഷെ അതിന് ഇത്രയും വലിയ ശിക്ഷ വേണ്ടായിരുന്നു. എന്റെ വീട്ടുകാരെങ്കിലും നിങ്ങൾക്ക് വെറുതെ വിടാമായിരുന്നു. അവരെന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? രാമേന്ദ്ര, ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ല. എല്ലാവരുടെയും ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോ ഒന്ന് പിടിച്ചയക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും കൂടെ പറ. മറ്റുള്ളവരോട് ഞാൻ എന്ത് സമാധാനം പറയും? നീ ഇനി ഒന്നും പറയണ്ട. വാ, ഉള്ള നേരം കൊണ്ട് സ്ഥലം കാര്യാക്കാം. വാ പോര്, ഇപ്പൊ തന്നെ ധാരാളം കിട്ടി. രാമേന്ദ്ര, നിനക്ക് ഞങ്ങളോട് പിണക്കൊന്നുമില്ലല്ലോ? നമ്മൾ തമ്മിൽ എന്ത് പിണക്കമാണ്? എന്നാ പിന്നെ ഞങ്ങൾ നിന്റെ കൂടെ വരട്ടെ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും പോയി എന്തെങ്കിലും ചെയ്ത് ജീവിക്കാടാ. എന്തെങ്കിലും ഒരിക്കൽ നീ വിഷയം കൊണ്ട് വരുമെന്ന് പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ലാണ്ടായി. അടിമക്കണ്ണിനോട് ചോദിക്കും. ഇയാളാണ് എന്റെ ഇപ്പോഴത്തെ ഷേഖ്. അല്ലാ, ഒരു ഇബിലീസിനെ തന്നെ തലയെ നിറക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. ഇവിടെ എത്തി നോക്കുമ്പോ വേറെ 2 ശൈത്താന്മാരും കൂടി തലയെ കയറ്റണമെന്നാ. ശരി, വരും പോലെ വരും. പോവാ, എല്ലാവർക്കും കൂടി പോവാ. ശരി. നിന്റെ യാത്രാക്ഷീണൊക്കെ മാറി 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അതൊന്നും ശരിയാവില്ല ചാ. ഇന്ന് തന്നെ അത്യാവശ്യമായിട്ട് ഒരാളെ കാണണ്ട. അത്രയ്ക്ക് അത്യാവശ്യമായിട്ട് ആരെയാ കാണാനുള്ളത്? ഇനി പോണെങ്കിൽ തന്നെ ഇതെല്ലാം കൂടി കെട്ടിപ്പറിക്കാൻ എന്തിനാ കൊണ്ടോണേ? അതെ, ഞങ്ങൾ ഷേഖിനെ കാണാൻ പോവാ. സിറ്റിയിൽ 3-4 ദിവസം താമസിക്കേണ്ടി വന്നെങ്കിലോ? ഷേഖ് വന്നിട്ടുണ്ടോ? പിന്നെ എത്ര ദിവസം അയാൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു? ഇനി നമ്മൾ സമയത്ത് എത്താതെ ഷേഖ് തിരിച്ചു പോയിട്ട് നമ്മൾ ദുബായി ചെന്ന് കാണേണ്ടി വരും. അവിടെ ചെന്ന ഉടനെ കത്തയക്കണേ മോനെ. നിങ്ങളല്ലേ അർച്ചന മിൽസ് വാങ്ങാൻ പോകുന്ന രാമേന്ദ്രൻ? അതെ. അതേ രാമേന്ദ്രൻ തന്നെ കമ്പനി മേടിക്കാൻ പോണേ. ഇപ്പൊ ഞങ്ങൾ ഷേഖിനെ കാണാൻ പോവാ, അല്ലാതെ ഒളിച്ചോടി പോകുന്നല്ല. എത്രയും പെട്ടെന്ന് കമ്പനി തുറക്കുകയും ചെയ്യും. നിങ്ങൾക്കൊക്കെ അവിടെ ജോലി തരും. രാമേന്ദ്ര, നല്ല തടിവെടുക്കന്മാര്. എല്ലാ പണിയും ഇവർ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളൂ. ഒക്കെ ശരിയാക്കട്ടോ. കാണിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറയണോ? ഓടാ പുല്ലേ.
അയ്യോ കണ്ണ് കാണാത്തവനെ ഉപദ്രവിക്കല്ലേ. നമ്മുടെ ആള് തന്നെ. അർച്ചന മിൽസ് തുറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇതോടെ നിർത്തിയേക്കണം. ഇനിയും അത് വാങ്ങാൻ ശ്രമിച്ചാൽ നിനക്കൊക്കെ നഷ്ടമാകുന്നത് നിന്റെയൊക്കെ ജീവനായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. വേദന സഹിക്കാൻ വയ്യ. എന്തെങ്കിലും മരുന്ന് തരൂ ഡോക്ടർ. ഡോക്ടർ അല്ലടേ, നഴ്സാണ്. അയ്യോ എനിക്കല്ല, അവിടെ അവിടെ. എനിക്കില്ലേ? ലീഡർ എത്തി. നമസ്കാരം. ഇവരാണ് കക്ഷികൾ. ഇതാണ് രാമേന്ദ്രൻ. നമസ്കാരം. ഇങ്ങനെ നമ്മളെങ്ങനെ ഷേക്കിനെ കൊണ്ടുവരും? എങ്ങനെ കമ്പനി മേടിക്കും? രാമേന്ദ്ര, ഇത്ര കുഴപ്പം പിടിച്ച കമ്പനി നമ്മക്ക് വേണ്ട. നിങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചാലോ? ധൈര്യമായിട്ടിരിക്കണം. നിങ്ങളെ തല്ലിയവന്മാരാരായിരുന്നാലും ശരി, അവരെത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്യും. ഈ GK പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുമെന്നറിയാമല്ലോ. അതൊന്നും വേണ്ട. ഇതത്ര കാര്യമാക്കാനൊന്നുമില്ല. എന്തായാലും കിട്ടേണ്ടത് വെടിപ്പും വൃത്തിയായിട്ട് കിട്ടി. ആ കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമില്ല. ഇനി നിങ്ങളുടെ ദേഹത്ത് ഒരു പോറൽ പോലും വീഴാതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം. അതിനി ദേഹത്ത് സ്ഥലം ഉണ്ടായിട്ട് വേണ്ടേ പോറൽ വീഴാൻ? ലോക്കൌട്ടിൽ അവർ കമ്പനി പുനരാരംഭിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ഭീഷണികളും യാതനകളും ഒക്കെ തരണം ചെയ്യേണ്ടി വരും. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ എല്ലാം സഹിച്ച് നമ്മുടെ നാടിന് വേണ്ടി നിലകൊള്ളണം. ഇതിൽ നിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാം. വീട്ടിൽ അല്പം ധൃതിയുണ്ട്. ഇന്നൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അപ്പോ പിന്നെ കാണാം. ശരി, വരട്ടോ. ഓ, യാത്ര അയച്ചിട്ട് വരാം. എന്ത് നല്ല തങ്കപ്പെട്ട മനുഷ്യൻ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും GK അപ്പ അവിടെ ഓടിയെത്തും. ഇങ്ങനൊരു ആൾ ഇവിടെ ഉള്ളത് നമ്മുടെ നാടിന്റെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി. എന്തിനായി ആവശ്യമില്ലാത്ത കടിക്കാൻ പോണേ? രാവണിമനോനെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് ഷേക്കിനെ കൂട്ടിക്കൊണ്ടുവരണ്ടേ? എത്രയും വേഗം നമുക്ക് അങ്ങോട്ട് ചെല്ലണം. രാമേന്ദ്രനെ കാണാതെ ഷേക്ക് തിരിച്ചു പോയ വല്ലതും ഉണ്ടായ കാര്യങ്ങളൊക്കെ ഷേക്കാവും. അതെ അതെ. എന്നാ നമുക്ക് എല്ലാവരും കൂടി ചെന്ന് ഷേക്കിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. എന്താ? അല്ല, എല്ലാരും കൂടെ പോണോന്നില്ല. ഞങ്ങൾ 4 പേരുടെ പോയിട്ട് ഷേക്കിനെയും കൂട്ടിക്കൊണ്ട് ഉടനെ ഇനി മടങ്ങി വരാം. അത് വേണ്ട, നിങ്ങൾ തനിച്ചിനി എവിടെയും പോണ്ട. മറ്റവന്മാര് ഇനി എന്തെങ്കിലും ചെയ്താലോ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. വെറുതെ എന്തിനാ എല്ലാവരും ബുദ്ധിമുട്ടുന്നത് അല്ലേ? ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് രാമേന്ദ്ര. ഈ കമ്പനിക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോന്ന് പറഞ്ഞ് സമയം കളയാതെ വരണ്ടെങ്കിൽ വാ, അല്ലെങ്കിൽ ഷേക്കിന്റെ പാട്ടിന് പോകും. അതെ, മൂക്ക് മുട്ട തിന്നിട്ട് കുന്തോ മടിയും പിടിച്ചോണ്ട് നിൽക്കണോ? വണ്ടി കയറി പൊയ്ക്കോളി. അല്ല, ഞങ്ങൾ 4 പേരും കൂടി പോയി ഷേക്കിനെ കൊണ്ടുവന്നാ പോരെ? ഇനി നാട്ടുകാരെല്ലാം കൂടെ ചാക്കാലേക്ക് പോകുന്ന മാതിരി പോണോ? പോണം. വല്ലവന്മാരും നിങ്ങളെ തല്ലിക്കൊന്ന ചാകുന്നതോ പോട്ടെ. ഫാക്ടറി തുറക്കണ്ടേ? വേഗം കാറി കയറ്. ആര് വഴി തടഞ്ഞാലും തല്ലി കൊന്നേരെ. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഇപ്പൊ ഭരണം ഞങ്ങളുടെ കയ്യില്ല. എന്തും ചെയ്യാം, എന്തും ചെയ്യും. ഡോർ അടയ്ക്കണോ? ഇതും അടയ്ക്കേ. വിട്ടോ.
ഇവന്മാരുടെ ഒരു കാര്യം കൊണ്ട് തോറ്റല്ലോ ദൈവമേ. അവര് വരുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഒന്നും ഉണ്ടായിരിക്കുന്ന നേതാവ് വിട്ടോ വേഗം. എവിടെ നീ എങ്ങനെ ഒന്ന് രക്ഷപ്പെടുന്നത്? അതെങ്ങനെ കൂടെ പിടിക്കില്ലേ? ആദ്യം ആ ജീപ്പിൽ ഓവർത്തേക്ക്, ബാക്കി കാര്യം നമുക്ക് പിന്നെ നോക്കാം. ഇതൊരു വിടലാണിത്. ബ്രേക്ക് ഔട്ട് ഉണ്ടോ? നിർത്താ വിട്ടോ, ഇത് തന്നെ ചാൻസ്. പേടി വിട്ടോ. ആണ്ട പോയി അയാളുടെ കോപ്പ് കൈ കാണിക്കാൻ അങ്ങോട്ടൊരു സമയം. അത് കോപ്പല്ല നേതാവ്, സ്റ്റോപ്പാ. എനിക്കത് മനസ്സിലായി. പക്ഷെ ഇപ്പൊ നമുക്കത് കോപ്പാണ്. അവന്മാരവിടെ കുടുങ്ങിപ്പോയി. ആ പോലീസുകാരൊരു താങ്ക്സ് പറഞ്ഞു. ദൈവമേ, അയാൾ ആ ചീത്ത എന്തെല്ലാം എഴുതിയെടുക്കുന്നത്. അത് നമ്പർ കുറിച്ചെടുക്കുക. എന്തിനാ? കേസാക്കാൻ. അപ്പൊ പിന്നെ കോടതി കയറി നമ്മള് നല്ല ജാതകം നമ്മുടെ. എന്നാ പിന്നെ പൂർത്തിയായി. ഞങ്ങൾക്കും പുറകെ പോകേണ്ടതാണ്. കൈലാക്ക് തന്നെ സ്വാധീനം ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്യും. ആ കൈ മാറ്റി വണ്ടി വിട്. താങ്ക് യു. അവര് പോയ വണ്ടി കാണുന്നില്ലല്ലോ. വണ്ടി വേഗം വിട്. ദാ പോണ അവരുടെ കാറ്. അത് വേറെ കാറാണ്. വേറെ ആരുടെയും കാറല്ല, അവരുടെ കാറ് തന്നെ. ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്നു. നീ തൈലോട്ട് ആ റോഡിലോട്ട് കയറ്റി നിർത്ത്. നമ്മള് സോറി. വേഗം വിട്ടോ വിക്രമ. അതാ വീട് വരുന്നു. ഇത് വരുന്നു. ഇവന്മാരെന്തിനാ ഇവിടെ തന്നെ ഇടം ചുറ്റുന്നത്? ഇതിപ്പോ മുമ്പിൽ പോകുന്ന വെള്ള വണ്ടി കണ്ട് നമ്മുടെ വണ്ടിയാന്ന് വെച്ച് ഫോളോ ചെയ്യുമായിരിക്കും അവന്മാര്. ഇവന്മാര് മണ്ടന്മാരാണ് തോന്നുന്നു. ധാരാളം ഷോറൂമുകളുണ്ട്. 7ാമത്തെ കടയാണ് ഇപ്പൊ കാണുന്നത്. അത് ശരിയാ. ഈ വശത്ത് നിറയെ ഇന്ത്യൻ കോഫി ഹൗസാ തോന്നുന്നു. 7 എണ്ണം ഞാനും എണ്ണി. 7ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഇതുവഴി കടന്നു പോകുന്നത്. സിനിമയെ കാണുന്ന മാതിരി വണ്ടി ഓവർടേക്ക് നിർത്ത് വിക്രമ. കുറെ നേരമായി ഇവർ നമ്മളായിട്ട് കറക്കുന്നു. ഇതെപ്പ കേറി? മറ്റവരെപ്പോ ഇറങ്ങി? ഇത് മാജിക് ആയിരിക്കുമോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അതൊരു അറിവല്ലേ? രസ്യ അറബി.
तुमको नेम नाम अना शेख अहमद गल्तान शेख अहमद गल्तान की शेख अहमद गल्तान की अहमद गल्तान की യുവമാരെന്തിനാ അയാളെ പിടിക്കുന്നത്? സാർ ബാക്കി ബാക്കി താ എടുത്തോ. അതല്ല രണ്ടും ഇങ്ങോട്ട് തരണം. ഒന്നല്ലടാ നിന്നെയൊക്കെ മൊബൈൽ പിടിച്ച് നിർത്തണത്. എന്താടാ ഇത്? ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ വന്നൂടെ? പേടിച്ചു പോയല്ലോ. അങ്ങനെ പേടിച്ച് തീർക്കല്ലേ, ഇനി പേടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. നീ പോയ കാര്യം എന്തായി? അത് എന്നാ പറഞ്ഞത്, സംഗതി ആയ കുഴഞ്ഞിരിക്കുക. എന്താന്ന് വെച്ചാ ഒന്ന് തുറന്നു പറ. നീ നമ്മൾ പറഞ്ഞ ഷേക്കാണെന്ന് കരുതി ആ അറബിയെ നിന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുക. മറ്റവന്മാരുടെ വണ്ടി അവിടെയൊക്കെ ചുറ്റി കറങ്ങുന്നുണ്ട്. അറബി എന്തെങ്കിലും ചെയ്താൽ ആകെ പ്രശ്നമാവും. അതിന്റെ പേരിൽ നമ്മളും തൂങ്ങേണ്ടി വരും. നമ്മൾ മാത്രല്ല, നിന്റെ വീട്ടിൽ വെച്ച് ആ അറബിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ തൂങ്ങേണ്ടി വരും. ഒരു കണക്കിന് എല്ലാത്തിനും ഒന്ന് ഊരി വന്നതാ. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയേ പറ്റൂ. എടാ അവിടെ ആകപ്പാടെ ബഹളമാ. നാട്ടുകാർ മുഴുവൻ നിന്റെ വീട്ടിൽ കൂടിയിട്ടുണ്ടെന്ന്.